ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 2026 മെയ് മാസത്തിൽ PSC നടത്തിയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ GK, കറണ്ട് അഫയേഴ്സ്, സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ അടുത്ത് നടന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടോ. ഇനി വരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും അതിന് റിലേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളും പഠിക്കട്ടോ. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡച്ചുകാരെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നോക്കാം. മാർത്താണ്ഡവർമ്മ കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. കേരളത്തിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് ഹോർത്തൂസ് മലബാറിക്കസിന്റെ സമാഹരണമായിരുന്നു എന്നുള്ളതും ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ഡിലനോയുടെ കീഴിലുള്ള ഡച്ച് നാവിക ഉദ്യോഗസ്ഥരാണ് തിരുവിതാംകൂർ നാവികസേനയെ ആധുനികവൽക്കരിച്ചത് എന്നുള്ളതും ശരിയാണ്. ഓപ്ഷൻ എ എന്താണ്? കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ഡച്ചുകാരാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഡച്ചുകാരല്ല. ആരാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിക്കുന്നത് എന്നാണ്? 1556 ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് കേരളത്തിൽ കൊല്ലം, കൊച്ചി എന്നിവിടങ്ങളിലും പോർച്ചുഗീസുകാർ അച്ചടിശാലകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചി, കൊല്ലം. ഓക്കെ, 1556 ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിക്കുന്നത്. അതും പോർച്ചുഗീസുകാരാണ്. നെക്സ്റ്റ്, നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സമരങ്ങളും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം കേട്ടോ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണ്. ഓക്കെ, മുക്കുത്തി സമരത്തിന് നേതൃത്വം കൊടുത്തത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഏതാണ് വർഷം? 1859 കേട്ടോ. 1859. കല്ലുമാല സമരം അയ്യങ്കാളി കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. 1915 കല്ലുമാല സമരം നടക്കുന്നത്. അയ്യങ്കാളിയാണ് നേതൃത്വം കൊടുക്കുന്നത്. പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. വർഷം 1917 കേട്ടോ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഇനി ചാന്നാർ കലാപം, അത് തെറ്റാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്നാണ് കൊടുത്തത്. ഇവിടെ എന്താ? ചാന്നാർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠസ്വാമികളാണ് ചാന്നാർ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് 2025 മികച്ച വനിതാ കളിക്കാർക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? 2025 മികച്ച വനിതാ കളിക്കാർക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐതാന ബോൺമതി കേട്ടോ. ഐതാന ബോൺമതി 2025 മികച്ച വനിതാ കളിക്കാർക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐതാന ബോൺമതി. നെക്സ്റ്റ്, ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം ശരിയാണ് എന്നാണ്. ഓക്കെ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അദ്ദേഹം ജസിയ വീണ്ടും ഏർപ്പെടുത്തി. അതുപോലെ അദ്ദേഹം ആക്രമണാത്മകമായ ഒരു ഡെക്കാൻ നയം പിന്തുടർന്നു എന്നുള്ളത്. ഈ രണ്ടും ശരിയാണ് കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? അദ്ദേഹം ദീൻ ഇ ഹിലാഹിയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. എന്താ ശരിയായിട്ടുള്ളത്? ദീൻ ഇ ഇലാഹി എന്ന മതം രൂപീകരിച്ചതും അതുപോലെ അതിനെ പ്രോത്സാഹിപ്പിച്ചതൊക്കെ മുഗൾ ചക്രവർത്തിയായ അക്ബർ ആണ്. ഔറംഗസീബ് അല്ല, അക്ബർ ആണ്. നെക്സ്റ്റ്, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് കേട്ടോ. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം മാത്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ഇത് മോർലി മിന്റോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു എന്നുള്ളത് ശരിയാട്ടോ. മോർലി മിന്റോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. നെക്സ്റ്റ്, ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. നെക്സ്റ്റ്, ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണ് കേട്ടോ. തെറ്റായിട്ടുള്ളത് എന്താണ്? ഇത് പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ്,
ആറാമത്തത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? എത്രയാണ്? ഓപ്ഷൻ ബി 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു? ഫസൽ അലി, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു. ഏതാണ്? ഫസൽ അലി ആയിരുന്നു. കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. പ്രമുഖ മലയാളി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ എം പണിക്കരായിരുന്നു. പിന്നെ എച്ച് എൻ കുൻസ്രു. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ? ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്നാണ്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതൊക്കെയാണ്? ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകള്, രാസവളങ്ങളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. ഇത് മൂന്നും എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. ഇത് പഠിക്കണം. നെക്സ്റ്റ്, 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏത്? 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ഭൂട്ടാൻ ആണ് കേട്ടോ, ഭൂട്ടാൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ, എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണിത്? അതായത് ഇന്ത്യയിൽ ഭരണം നടത്തുന്നതിനും വ്യാപാരം നടത്തുന്നതിനും ഒക്കെ ആയിട്ട് പോർച്ചുഗീസുകാർ സ്ഥാപിച്ച കൊളോണിയൽ ഭരണ സംവിധാനത്തിന്റെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ ഒക്കെ ഔദ്യോഗിക നാമമായിരുന്നു എസ്താഡോ ദ ഇന്ത്യ. ഓക്കെ, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ജനപ്രിയമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഗോവയായിരുന്നു ഇതിന്റെ ആസ്ഥാനം ഏടാന്ന് ചോദിച്ചാല് ഗോവയാണ് ഇതിന്റെ ആസ്ഥാനം. നെക്സ്റ്റ്, നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? അപ്പൊ എന്താ ക്വസ്റ്റ്യന്? നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി നെവിൻ ചെമ്പർലൈൻ ആണ് കേട്ടോ. നെവിൽ ചെമ്പർലൈൻ. എന്താണ് ഈ പ്രീണന നയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് 2ാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനിയുടെ അധിനിവേശ ശ്രമങ്ങളെ യുദ്ധം ഒഴിവാക്കാനായിട്ട് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയോ ക്ഷമിക്കുകയോ ചെയ്ത നയമാണ് എന്ത് പറയുന്നത്? പ്രീണന നയം എന്ന് പറയുന്നത്. നെവിൽ ചെമ്പർലൈൻ 1937 മുതൽ 1940 വരെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം ആണ് ഈ ഒരു നയത്തിന്റെ വക്താവ് കേട്ടോ. നെക്സ്റ്റ്, ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എന്താണ്? ഓപ്ഷൻ ഡി ആസാം ഹിമാലയം എന്നാണ് കേട്ടോ. നമ്മുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ SCERT സോഷ്യൽ സയൻസിൽ ഉണ്ട്, പഠിക്കണം കേട്ടോ. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് ആസാം ഹിമാലയം. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതിലുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം എന്നിവ ശരിയാണെന്നുള്ളതാണ് കേട്ടോ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽനിനോ. നെക്സ്റ്റ്, ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാരം കാറ്റ് മധ്യ കിഴക്കൻ പസഫിക് മേഖലയിൽ സാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞു കൂടുന്നതിന് കാരണമാകുന്നു. ഇത് രണ്ടും പഠിക്കാനുള്ളതാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിമോട്ട് സെൻസിംഗിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? റിമോട്ട് സെൻസിംഗിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? അക്രോസ് ഡ്രാക്ക് സ്കാനിങ് എന്നാണ് കേട്ടോ. അക്രോസ് ഡ്രാക്ക് സ്കാനിങ്. നെക്സ്റ്റ്, ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ എന്താണ്? ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ഡെൻഡ്രിറ്റിക്. നെക്സ്റ്റ്, 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്ന് തെറ്റായ ജോഡി തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫൈനൽ ആൻസർക്ക് വന്നപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാല് മൂരിയാട്, ഓപ്ഷൻ ബി മൂരിയാട് തൃശ്ശൂർ എന്നും മനക്കൊടി തൃശ്ശൂർ എന്നും കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും തടാകങ്ങളല്ല കേട്ടോ.
ഓക്കെ, കായൽ പ്രദേശങ്ങളാണ് മുരിയാട്, അതുപോലെ മനക്കൊടി. ഇത് രണ്ടും എന്താണ്, കായൽ പ്രദേശങ്ങളാണ്, തടാകങ്ങളല്ല. ബാക്കി രണ്ടും പഠിക്കണം കേട്ടോ. പൂക്കോട് വയനാട് എന്നുള്ളതും അതുപോലെ ഏനാമാക്കൽ തൃശ്ശൂർ എന്നുള്ളതും പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് തെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഏത് സമവാക്യമാണ് തെറ്റ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. പരോക്ഷ നികുതി മൈനസ് നേരിട്ടുള്ള നികുതിക്ക് നികുതി ഈക്വൽ ടു അറ്റ പരോക്ഷ നികുതി എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് തെറ്റ് കേട്ടോ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? വിദേശത്തുള്ള ഇന്ത്യൻ നിവാസികൾ നേടിയ ഘടക വരുമാനം മൈനസ് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് നൽകുന്ന ഘടക വരുമാനം ഈക്വൽ ടു വിദേശത്ത് നിന്നുള്ള മൊത്ത ഘടക വരുമാനം അല്ലെങ്കിൽ NFIA. ഓക്കെ, അതായത് ഇതെന്താ ശരിയാവാൻ കാരണം എന്താ? വിദേശത്തുള്ള ഇന്ത്യൻ നിവാസികളുടെ വരുമാനത്തിൽ നിന്നും ഇന്ത്യയിലുള്ള വിദേശികളുടെ വരുമാനം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? NFIA ലഭിക്കുന്നുണ്ട്. എന്താ NFIയുടെ ഫുൾ ഫോം? എന്താ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്നാണ് കേട്ടോ. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്നാണ് NFIA. ഓപ്ഷൻ ബി എന്താണ് ശരിയാവാൻ കാരണം? GDP പ്ലസ് NFIA ഈക്വൽ ടു GNP എന്ന് കൊടുത്തിട്ടുണ്ട്. GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. NFIA നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് GNP ലഭിക്കുന്നത് കേട്ടോ. GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ NDP പ്ലസ് മൂല്യത്തകർച്ച ഈക്വൽ ടു GDP എന്ന് കൊടുത്തിട്ടുണ്ട്. അതും ശരിയാണ്. NDPയോട് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ തേയ്മാന ചെലവ് കൂട്ടുമ്പോഴാണ് നമുക്ക് GDP ലഭിക്കുന്നത്. നെക്സ്റ്റ്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്? അതിന്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്. ഘന അടിസ്ഥാന മൂലധനം ഗുഡ് വ്യവസായങ്ങളിലെ നിക്ഷേപമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ രണ്ട് തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ രണ്ട് തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയാണ് കേട്ടോ. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയാണ് നമുക്ക് രണ്ട് ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. രണ്ട് ഇൻകം ടാക്സുകൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. നെക്സ്റ്റ്, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? ഓപ്ഷൻ എ ആണ്. മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഇതില് ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഉപഭോക്തൃ അവകാശങ്ങള്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4, 5, 6. ഈ 6 ഉപഭോക്തൃ അവകാശങ്ങൾപ്പെട്ടാണ്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഓക്കെ, ഇത് എന്താണ്? ഇത് 6ഉം എന്താണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നതാണ്. നെക്സ്റ്റ്, നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഭൂഗർഭജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? ഓപ്ഷൻ സി ആണ്. സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശമാണ് കേട്ടോ. സാമൂഹിക സുരക്ഷ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. നെക്സ്റ്റ്, ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി, ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? എന്താണ്? ഓപ്ഷൻ ബി, അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. നെക്സ്റ്റ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? മനുഷ്യ വികസന സൂചിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടം വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ്? ഭൂപരിഷ്കരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ്, കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു എന്നാണ് ചോദിച്ചിട്ടോ. എന്തിനുള്ള പ്രതികരണമായിരുന്നു? വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾക്കെതിരെയുള്ളായിരുന്നു. നെക്സ്റ്റ്, ദി റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദി റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്?
ആരാണ്? ഓപ്ഷൻ എ ഫ്രാൻസ് ഫാനോൺ ആണ് കേട്ടോ. ഫ്രാൻസ് ഫാനോൺ ആണ് ദ റച്ചഡ് ഓഫ് ദ എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പൊ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയ സാമൂഹിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. കൊളോണിയലിസം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാനസികവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള ആഘാതങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം അല്ലെങ്കിൽ ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത് ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി ആണ്, നരസിംഹറാവു ആണ് കേട്ടോ ഈ ഒരു നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നരസിംഹറാവു ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ശീതയുദ്ധത്തിന്റെ, അതായത് കോൾഡ് വാറിന്റെ പശ്ചാത്തലത്തിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്ത സാഹചര്യത്തിൽ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ രൂപീകരിച്ച ഒരു വിദേശ നയമാണിത് ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. നരസിംഹറാവു ആണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ബ്രെട്ടൻ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്. ബ്രെട്ടൻ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത് ഓപ്ഷൻ സി ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടാണ് കേട്ടോ. ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ബ്രെട്ടൻ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്. നെക്സ്റ്റ്, മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏത്? മുറിച്ചിപ്പത്തനം എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഓപ്ഷൻ എ മുസിരിസ് ആണ് കേട്ടോ. മുസിരിസിന്റെ മറ്റൊരു പേരായിരുന്നു മുറിച്ചിപ്പത്തനം. നെക്സ്റ്റ്, ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. ഈ ഗെയിം ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. ഏത് ഗെയിമാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെട്ടിരുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് ആണ് കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നുകൂടി അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ്. ആരായിരുന്നു ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? കർണം മല്ലേശ്വരി ആണ്. ഓപ്ഷൻ ബി കർണം മല്ലേശ്വരി. 2000-ലാണ് കേട്ടോ. വർഷം ഏതാണ്? 2000-ലാണ് ഇവര് സിഡ്നിയിൽ നടന്ന ഒളിമ്പിക്സിലാണ് കർണം മല്ലേശ്വരി വെങ്കല മെഡൽ നേടിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് മാറി കേട്ടോ. വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത്. എവിടെ വെച്ചിട്ടുള്ളായിരുന്നു? സിഡ്നിയിൽ നടന്ന ഒളിമ്പിക്സിലാണ്. നെക്സ്റ്റ്, 2026 ഫിഫ ലോകകപ്പ് വേദി എവിടെയാണെന്നാണ് കേട്ടോ. 2026 ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. യുണൈറ്റഡ് സ്റ്റേറ്റ്, മെക്സിക്കോ, കാനഡ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, ഐഹിക മുഖർജി ആണ് കേട്ടോ. ഐഹിക മുഖർജി. നെക്സ്റ്റ്, GR ഇന്ദുഗോപന്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിനെ കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിന്റെ പാപ്പാന്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപ്രധാനപരമായ സമുദ്രാന്തര ബന്ധങ്ങളെ പര്യവേഷണം ചെയ്യുന്ന നോവലാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 3ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. പ്രസ്താവന 3ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ്, മലയാളത്തിന്റെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം എന്നാണ് കേട്ടോ. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിന്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തന്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ച് ജനകീയ കവിയായി ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് കേട്ടോ. 18-ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? പ്രസ്താവന 3 സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്തോപാഖ്യാനം ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരനായ പി ഗോവിന്ദപിള്ളയാണ് നമ്പ്യാരുടെ കൃതികളെ ആദ്യമായി പട്ടികപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാരംഭ പട്ടികയിൽ കൃത്യമായി 60 തുള്ളൽ രചനകൾ തിരിച്ചറിഞ്ഞു. ഈ 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. എന്താണ്? മലയാള ഭാഷ ചരിത്രകാരനായ പി ഗോവിന്ദപിള്ള തന്നെ മലയാള ഭാഷ ചരിത്രം എന്ന കൃതിയിൽ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രാരംഭ ലിസ്റ്റിൽ കൃത്യമായി 60 കൃതികളല്ല ഉള്ളത്, 40 കൃതികളാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ്. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ളത്?
ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തന്റെ പ്രാഥമിക മാധ്യമമായി തെരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനനവർഷം അനുസരിച്ച് ക്രമീകരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. 1, 3, 4, 2 എന്നുള്ളതാണ് കേട്ടോ. അതായത് ആറാട്ടുപുഴ വേലായുധ പണിക്കരും, പിന്നെ ചട്ടമ്പി സ്വാമികള്, പിന്നെ പി പൽപ്പു, പിന്നെ വക്കം മൗലവി ട്ടോ. ഏതൊക്കെയാണ് ഇവരുടെ ജനനവർഷങ്ങൾ നോക്കുകയാണെങ്കിലും ആറാട്ടുപുഴ വേലായുധ പണിക്കർ നമുക്കറിയാം 1825 ജനുവരി 7-നാണ് കേട്ടോ. ജനുവരി 7-നാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കര് ജനിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ 1853-ലാണ്. 1853 ഓഗസ്റ്റ് 25-ആണ്. ഓഗസ്റ്റ് 25-നാണ് ജനിച്ചത്. നെക്സ്റ്റ് പി പൽപ്പു എന്നാണ് 1863-ലാണ്. 1863-ലാണ് നവംബർ 2-നാണ് ജനിച്ചത്. നെക്സ്റ്റ് വക്കം മൗലവിയോ? വക്കം മൗലവി 1873-ലാണ്. 1873 ഡിസംബർ 28-നാണ് വക്കം മൗലവി ജനിച്ചത്. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? ബുദ്ധമതവുമായിട്ട് ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് കൂടൽ മാണിക്യ ക്ഷേത്രമാണ് കേട്ടോ. ഏതൊക്കെയാണ് ബുദ്ധമതമായിട്ട് ബന്ധമുള്ളത്? കിളിരൂർ ഭഗവതി ക്ഷേത്രം, ഭരണിക്കാവ് ക്ഷേത്രം, ശബരിമല ക്ഷേത്രം കേട്ടോ. കൂടൽ മാണിക്യ ക്ഷേത്രം ജൈന മതമായിട്ട് ബന്ധമുള്ള ക്ഷേത്രമാണ് കൂടൽ മാണിക്യ ക്ഷേത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളിലെ വളർച്ചാക്കുറവ് പരിഹരിക്കുന്നതിനായി ഒരു സ്കൂൾ പോഷകാഹാര പദ്ധതിയിൽ പയർവർഗ്ഗങ്ങളും മുട്ടകളും ഉൾപ്പെടുത്തുന്നു. ഇത് പ്രധാനമായും മെച്ചപ്പെടുത്തുന്നത് എന്താണ്? പ്രോട്ടീൻ ലഭ്യത മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ഏതാണ് ഓപ്ഷൻ എ? റിസോഴ്സ് മോണിറ്ററിംഗിനുള്ള റിമോട്ട് സെൻസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മലയോര മേഖലകളിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം മൈക്രോ ഹൈഡ്രോ സിസ്റ്റം സ്ഥാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഗുണം എന്താണ്? ഓപ്ഷൻ സി ആണ് വായു മലിനീകരണത്തിനും ഇന്ധന ചെലവിലും കുറവ് എന്നാണ്. നെക്സ്റ്റ് ഒരു സ്വാഭാവിക വനത്തിന് പകരം ഏകവിള തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന് ഏറ്റവും സാധ്യതയുള്ള കാരണം എന്താണ്? ഓപ്ഷൻ സി ആണ് വിളകളുടെ ജനിതക ഏകത കാരണം വർദ്ധിച്ച അപകട സാധ്യത. നെക്സ്റ്റ് മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നാനോ കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ അണുബാധ കുറയ്ക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ ബി തന്മാത്രാ സ്കെയിലിൽ സൂക്ഷ്മാണുക്കളുമായി ഇടപഴകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.